ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് യൂട്യൂബിൽ എങ്ങനെ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. അത് ക്യാൻവ ഉപയോഗിച്ചിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഇന്ന് ഈ വീഡിയോയുടെ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ആ വീഡിയോ ഫുള്ള് കാണുക. ഓക്കെ. ഹലോ എവരിവൺ, ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെ നമുക്ക് യൂട്യൂബിൽ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാം അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക ഈ ഒരു ക്യാൻവ ആപ്ലിക്കേഷൻ. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ക്യാൻവ ഓപ്പൺ ചെയ്യുക. ക്യാൻവ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നിങ്ങളുടെ മൊബൈലിൽ വേറൊരു ഇൻ്റർഫേസ് ആയിരിക്കും. അപ്പോൾ ഇതിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ നമുക്ക് ആദ്യം തന്നെ ഇവിടെ സെർച്ച് ബട്ടൺ ഉണ്ടല്ലോ, യൂട്യൂബ് എന്ന് ജസ്റ്റ് അടിച്ചു നോക്കാം. യൂട്യൂബ് അപ്പോൾ വന്നിട്ടുണ്ട്. സെർച്ചിൽ തന്നെ യൂട്യൂബ് തംബ്നെയിൽ അല്ലെങ്കിൽ യൂട്യൂബ് തംബ്നെയിൽ എന്ന് തന്നെ ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കുമ്പം ഇവിടെ കാണിക്കും. ഞാൻ ഓൾറെഡി ഇത് സെർച്ച് ചെയ്തിട്ടുള്ളതുകൊണ്ട് അവിടെ കാണിച്ചു. ഇതിലുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒട്ടുമിക്കതും പ്രോ ആയിരിക്കും. ഈ പ്രോന്ന് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയത്തില്ല. പ്രോന്ന് താഴത്ത് കാണുന്നുണ്ട്. ആ പ്രോ അല്ലാത്ത തംബ്നെയിൽസും ഉണ്ട്. അപ്പം എന്താ ഇതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ കാറ്റഗറി ഇതെന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള തീമാണ് സെലക്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. നമുക്കൊരു കാര്യം ചെയ്യാം, ഏതെങ്കിലും ഒരു തീം നമുക്ക് ചൂസ് ചെയ്യാം. ഇതിപ്പം ഇതെല്ലാം അത്യാവശ്യം ഇത് പ്രോ ആണ്. ഇത് അത്യാവശ്യം കുഴപ്പമില്ല. എന്നിട്ട് കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതെല്ലാം എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതെല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഇതെല്ലാം തന്നെ. ഇപ്പം ഇവിടെ എൻ്റെ ഒരു ഫോട്ടോ ആണ് വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ഫോട്ടോ ആദ്യം സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് സെലക്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. സെലക്ട് ചെയ്യാതെ ആണേലും നമ്മൾ ഈ താഴത്തോട്ട് വന്നിട്ട് ഇവിടെ താഴത്തോട്ട് വന്നിട്ട് ഗാലറി ഓപ്പൺ ചെയ്യുക. ഇപ്പം കുറേ ഫോട്ടോസ് കാണാം. അപ്പോൾ ഗാലറിന്ന് ഒന്നെങ്കിൽ എടുക്കാം. ഗാലറിന്ന് ഫോട്ടോസ് ചൂസ് ചെയ്തോ. എന്നിട്ട് ഇതിങ്ങനെയാണ് വന്നേക്കുന്നത്. എനിക്ക് ഈ സൈഡിലോട്ടാണ് എനിക്ക് കാണിക്കേണ്ടത്. ഇതാദ്യം ഡിലീറ്റ് ചെയ്യാം. ബാക്കിലുള്ളത് ഡിലീറ്റ് ചെയ്തു. ഇതിങ്ങനെയാണ് വന്നേക്കുന്നത്. അപ്പോൾ എനിക്കിത് ഫ്ലിപ്പ് ചെയ്യണം. ഫ്ലിപ്പ് ചെയ്യാൻ വേണ്ടി താഴത്തായിട്ട് ഫ്ലിപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. താഴത്തായിട്ട് ഫ്ലിപ്പ് ക്രോപ്പിൻ്റെ ഇപ്പുറം ഫ്ലിപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് ഫ്ലിപ്പ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഫ്ലിപ്പായി. കുറച്ച് വലിച്ചിട്ട് കഴിഞ്ഞാൽ വലുതായി കാണിക്കും. ഓക്കെ,
എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, പക്ഷേങ്കിൽ അത് പ്രീമിയം ആണ്, നമുക്ക് അത് എടുക്കാൻ പറ്റില്ല. പ്രീമിയം ആയതുകൊണ്ട് നമുക്കത് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഒന്നെങ്കിൽ വേറൊരു കാര്യം ചെയ്യണം, ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ക്രോമിൽ പോവുക, എന്നിട്ട് അവിടുന്ന് അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ഇത്രയും വെച്ച് നിർത്തിയിട്ട് നമ്മൾ മിനിമൈസ് ചെയ്യുക. മിനിമൈസ് ചെയ്തിട്ട് നമ്മൾ ക്രോമിലോട്ട് വരിക. ക്രോമിലോട്ട് വന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവർ, അത് ഫസ്റ്റ് കാണുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് അപ്ലോഡ് ഇമേജ് കൊടുക്കുക. ഇതാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത ഇമേജ്. റിമൂവ് ആക്കി കിട്ടി. അത് കഴിഞ്ഞിട്ട് ഡൗൺലോഡ് ചെയ്യുക. അപ്പം ഹൈ ക്വാളിറ്റിക്ക് പ്രീമിയം എടുക്കണം, നമുക്ക് നോർമൽ ക്വാളിറ്റി മതി. ഡൗൺലോഡായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നേരെ ഇതെടുക്കുക, ക്യാൻവ എടുക്കുക. എന്നിട്ട് ഇതിപ്പോൾ ഡിലീറ്റ് ചെയ്തേക്കാം. എന്നിട്ട് നമ്മൾ നേരെ ഗാലറിയിലോട്ട് പോയിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത പിക്ചർ നമ്മൾ എടുക്കുക. ആഡ് ടു പേജ് കണ്ടോ? അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ കിട്ടി, പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. എന്നിട്ട് ഇതിനെ ഫ്ലിപ്പ് ചെയ്യുക. താഴത്തായിട്ട് ഫ്ലിപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഫ്ലിപ്പ് ചെയ്തിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു പോഡ്കാസ്റ്റ്, ഇപ്പോൾ ഈ പുള്ളിയായിട്ടുള്ള പോഡ്കാസ്റ്റ് ആണെന്നാണ് നമ്മൾ ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് എന്ത് വേണേലും ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നല്ലൊരു ഇത് കിട്ടി. എന്നിട്ട് ഇത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഡൗൺലോഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ 2-3 മെത്തേഡുകളുണ്ട്. ഇപ്പം ഡൗൺലോഡ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത്, അല്ലെങ്കിൽ ഈ സൈഡിൽ തന്നെ ഈ സൈഡിലായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അത് സൂം ചെയ്ത് കാണിക്കാൻ വേണ്ടി പറ്റില്ല. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഒരു ഓപ്ഷൻ മുകളിലായിട്ട്, അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഡൗൺലോഡിൻ്റെ പല ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഡൗൺലോഡ് എന്ന് പറയുന്ന ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. അതിൽ നമുക്ക് PNG വേണോ, JPG വേണോ, PDF ആയിട്ട് ചെയ്യണോ, MP4 വീഡിയോ ആയിട്ട് നമുക്ക് എടുക്കണോ ഒരു ഇമേജ്, അതൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൽ സജഷൻസ് വന്നിരിക്കുന്നത് അവർ തന്നെ സജസ്റ്റ് ചെയ്യുന്നത് PNG ആയിട്ട് എടുക്കാൻ വേണ്ടി. അപ്പോൾ PNG മതി, നമുക്ക് ഇമേജ് കിട്ടിയാൽ മതി. PNG ആയിട്ട് എടുത്തു, എന്നിട്ട് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇത് നമുക്ക് ഇപ്പോൾ എലമെന്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. എലമെന്റ്സിൽ നമുക്ക് കുറേ എലമെന്റ്സ് നമുക്ക് കിട്ടും. ഇപ്പോൾ എന്തെങ്കിലും ഇതിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറേ എലമെന്റ്സ്, അത് നമ്മൾ പറഞ്ഞാൽ തീരത്തില്ല, അത്രയും എലമെന്റ്സ് നമുക്ക് ഇതിൽ കിട്ടും. നമുക്ക് ഇതിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ഇപ്പം സോഷ്യൽ മീഡിയ, ചുമ്മാ അടിച്ചു കൊടുത്താൽ തന്നെയും സോഷ്യൽ മീഡിയ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ തംബ്നെയിൽസ് കിട്ടും. അല്ലെങ്കിൽ കാർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ഇമേജസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്.
പിന്നെ ട്രാഫിക് എന്നൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് തന്നെ കുറേ ഇമേജസ് കിട്ടും. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഈ പറയുന്നതെല്ലാം പ്രോ ആണ്. ഇത് കണ്ടോ, ഈ ട്രാഫിക് ലൈറ്റിന്റെ ഇതെന്ന് പറയുന്നത് പ്രോ ആയിട്ടുള്ള, ഒറ്റ മിനിറ്റ്, ഇത് ബാക്കിലുള്ള ഇമേജ് ഡിലീറ്റ് ചെയ്തു. ഈ ട്രാഫിക് ലൈറ്റ് ആണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, ട്രാഫിക് ലൈറ്റ് കൊടുക്കുമ്പോൾ ഇത് ഇത് റിമൂവ് വാട്ടർ മാർക്സ് എന്ന് പറയുന്ന ഇത് കാണിക്കും. എന്ന് വെച്ചാൽ ഇത് നമ്മൾ പ്രീമിയം ക്യാൻവ എടുത്താൽ മാത്രമേ പിന്നെ ഈ ഇമേജ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്തു ഈ ഒരു ഫോട്ടോ. ഇത് നേരെ മുകളിൽ ഏറ്റവും ലാസ്റ്റത്തെ ഓപ്ഷനിൽ പോവുക, ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടല്ലോ, സേവ് ആസ് ഇമേജിൻ്റെ മുകളിലായിട്ട് ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പം ഇങ്ങനെ കാണിക്കും, ട്രൈ ക്യാൻവ ടേംസ് ഫോർ ഫ്രീ. ഇതിൽ നമ്മൾ ഈ സൈഡിൽ കാണുന്ന 3 ഡോട്ട് നിൽക്കുക. അപ്പോൾ താഴത്തായിട്ട് ഡൗൺലോഡ് എ ഫ്രീ വാട്ടർമാർക്ക് ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിന് മുകളിലായിട്ട് പർച്ചേസിങ് പ്രോ, പിന്നെ കണ്ടന്റ് ലൈസൻസ് 75, പേ ഫോർ വൺസ്, ഒറ്റ തവണത്തേക്കുള്ള പേ ആണ്. അപ്പം ഇതിന് മാത്രമായിട്ടുള്ള പേ ആണ് 75 റുപ്പീസ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് തൊട്ട് താഴെയുള്ള ഈ പറയുന്ന ഡൗൺലോഡ് എ ഫ്രീ വാട്ടർമാർക്സ് ഡ്രാഫ്റ്റ്, അപ്പോൾ ഈ വാട്ടർമാർക്ക് ഉണ്ടാവും ഇതിൻ്റെ മുകളിലായിട്ട്. പക്ഷെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നല്ലൊരു പിക്ചർ കിട്ടും. കാണിച്ചുതരാം. ഓക്കെ, അപ്പം പിക്ചർ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ടല്ലോ അല്ലേ? അതിൻ്റെ ഔട്ട്കം ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ താഴത്ത് ചെക്ക് ചെയ്യുക, ഔട്ട്കം എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അപ്പോൾ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ പേജ് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയറും ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു.